ഹരേ കൃഷ്ണ, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് മോഹിനി ഏകാദശിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് മോഹിനി ഏകാദശിയുടെ പ്രാധാന്യവും കഥയും ഒക്കെ എന്താണെന്ന് കേട്ടാലോ. സൂര്യപുരാണത്തിൽ മോഹിനി ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യം കുറിച്ച് പറയുന്നുണ്ട്. ഈ വ്രതം അനുഷ്ഠിക്കുന്നവരുടെ എല്ലാവിധ പാപങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇല്ലാതായി ശാന്തിയും സമാധാനവും കൈവരുത്തുമെന്നാണ്. മോഹിനി ഏകാദശി അനുഷ്ഠിക്കുന്നവർ മോഹം എന്ന മായാജാലത്തിന് മുക്തരാകുന്നു എന്നും പറയുന്നു. വനവാസത്തിൽ സീതാദേവിയുടെ വിയോഗത്തിൽ ദുഃഖിച്ചിരുന്ന ഭഗവാൻ ശ്രീരാമൻ വശിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരും ഈ മോഹിനി ഏകാദശി നോറ്റിരുന്നു. ഈ നാളിൽ ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ചത് അതിനാൽ ഈ ദിവസം മോഹിനി ഏകാദശിയായി അറിയപ്പെടുന്നു. സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രാവതി എന്ന മനോഹരമായ ഒരു നഗരം ഉണ്ടായിരുന്നു. ദുതിമാൻ എന്ന രാജാവാണ് അത് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യത്ത് ധനപാൽ എന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. വളരെ ഭക്തിമാനായിരുന്നു. വിഷ്ണുവിന്റെ ഉത്തമ ഭക്തനായ അദ്ദേഹത്തിന് 5 പുത്രന്മാരുണ്ടായിരുന്നു. സുമനൻ, ദുതിമാൻ, മേധാവി, സുകൃതി, ദൃഷ്ടബുദ്ധി. ഭാഗ്യവശാൽ ധനപാലിന്റെ മൂത്ത മകൻ ദൃഷ്ടബുദ്ധി അദ്ദേഹത്തിന്റെ പേര് പോലെ എല്ലാ ദുഷ്ട സ്വഭാവങ്ങളിലും ഇടപെട്ടിരുന്നു. എപ്പോഴും വേശികളുടെ ഒപ്പം ശയിക്കുക, സമാനമായ അധപതിച്ച ആൾക്കാരുമായി സഹവസിക്കുക, അഭിഹിത ലിംഗത, ചൂതാട്ടം, മദ്യപാനം തുടങ്ങിയ വലിയ പാപകരമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്നു. ദുഷ്ടഹൃദയനായ ദുഷ്ടബുദ്ധി തന്റെ പിതാവിന്റെ സ്വത്ത് മുഴുവനും ചെലവഴിച്ചു. ദിവസം ദുഷ്ടബുദ്ധി അറിയപ്പെടുന്ന ഒരു വേശ്യയുമായി കൈകോർത്ത് റോഡിൽ നടക്കുന്നത് കണ്ടപ്പോൾ അച്ഛൻ ധനപാലും സഹോദരന്മാരും വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കി. അദ്ദേഹം തന്റെ പാരമ്പര്യമായി ലഭിച്ച എല്ലാ ആഭരണങ്ങളും വിറ്റ് ദാരിദ്ര്യനായ ശേഷം കൂടെ ഉണ്ടായിരുന്ന വേശ്യസ്ത്രീകളും അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചു. ദാരിദ്ര്യം കാരണം അപമാനിച്ചു. ദൃഷ്ടബുദ്ധി എപ്പോഴും ഉത്കണ്ഠയും വിഷമവും നിറഞ്ഞവനായി തീർന്നു. ഞാൻ എന്തു ചെയ്യണം, ഞാൻ എവിടെ പോകണം എന്നൊക്കെ അവൻ ചിന്തിച്ച് പിന്നെ അവൻ മോഷ്ടിക്കാൻ തുടങ്ങി. രാജാവിന്റെ ഭടന്മാർ അവനെ പിടികൂടി. പക്ഷെ അവന്റെ പിതാവ് പ്രശസ്തനായ ധനപാലാണ് എന്ന് അറിഞ്ഞപ്പോൾ അവനെ വിട്ടയച്ചു. ഈ രീതിയിൽ പലതവണ അവനെ പിടികൂടി. എങ്കിലും അവന്റെ പിതാവിനെ ഓർത്ത് വിട്ടയച്ചു. എന്നാൽ ഒടുവിൽ ഒരു ദിവസം അവനെ പിടികൂടി കൈ ബന്ധിച്ച് തടവിൽ വെച്ചു. നല്ല ശിക്ഷ കൊടുത്തു. പിന്നെ രാജാവ് പറഞ്ഞു, ദുഷ്ടബുദ്ധി, ഈ രാജ്യത്തിൽ നിൽക്കാൻ നിനക്ക് സ്ഥാനമില്ല. നീ ഉടൻ തന്നെ രാജ്യം വിട്ടു പോകണമെന്ന് കൽപ്പിച്ചു. ദുഷ്ടബുദ്ധി ഉടൻ രാജ്യം വിട്ട് വനത്തിലേക്ക് പ്രവേശിച്ചു. വിശപ്പും ദാഹവും വളരെ കഷ്ടപ്പാടും അനുഭവിച്ചു കൊണ്ട് കാട്ടിൽ ഇവിടെയും എവിടെയും അലഞ്ഞു. ഒടുവിൽ കാട്ടിൽ മൃഗങ്ങളെയും പക്ഷികളെയും കൊല്ലാൻ തുടങ്ങി. അങ്ങനെ പാപങ്ങളൊക്കെ ഓരോരോ ദിവസവും കൂടുതലായി കൂടിക്കൊണ്ടേ വന്നു. ഒരു ദിവസം വൈശാഖ മാസത്തിൽ തന്റെ മുൻകാല പുണ്യത്തിന്റെ ശക്തിയാൽ ദൃഷ്ടബുദ്ധി കൗണ്ഡിയ മുനിയുടെ പുണ്യാശ്രമത്തിൽ എത്തി. കൗണ്ഡിയ മുനിക്ക് വിനീതമായ പ്രണാമങ്ങൾ അർപ്പിച്ച് ദൃഷ്ടബുദ്ധി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു പറഞ്ഞു, ഓ മഹാമുനിയെ, അധികം പരിശ്രമിക്കാതെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രായശ്ചിത്തങ്ങൾ ദയവായി എനിക്ക് പറയണേ എന്ന് ചോദിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ നിരവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അവ ഇപ്പോൾ എന്നെ വളരെ ദാരിദ്ര്യനാക്കി. മുനി മറുപടി പറഞ്ഞു, ഓ മകനെ, വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുക. കാരണം എന്റെ വാക്കുകൾ കേട്ടാൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരാകും. ഈ വൈശാഖ മാസത്തിൽ പവിത്രമായ മോഹിനി ഏകാദശി വരുന്നുണ്ട്. ഭഗവാൻ ഹരിക്ക് വളരെ പ്രിയപ്പെട്ട ഈ ഏകാദശിയിൽ വിശ്വാസത്തോടുകൂടി ഉപവസിച്ചാൽ അനേക ജന്മങ്ങളിൽ ചെയ്ത എല്ലാ പാപങ്ങളിലും നിന്ന് നിങ്ങൾ മുക്തനാകും. വാക്കുകൾ കേട്ട ദൃഷ്ടബുദ്ധി മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ച് മോഹിനി ഏകാദശി ഉപവാസം അനുഷ്ഠിച്ചു. ഒടുവിൽ എല്ലാ തടസ്സങ്ങളിൽ നിന്നും മുക്തനായി. ഭഗവാൻ വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനിൽ കയറി ഭഗവാന്റെ വാസസ്ഥലത്തിലേക്ക് പോയി. എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എല്ലാവർക്കും മോഹിനി ഏകാദശി ആശംസകൾ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ, സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.